നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലേ. രാവിലെ തന്നെ മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിപ്പുണ്ട്. രാവിലെ നല്ല ഇടികുടുക്കും വരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വെയിലും ഇടികുടുങ്ങലും കൂടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വന്നു. അപ്പൊ നല്ലൊരു ക്ലൈമറ്റിൽ തന്നെ നിൽക്കുന്നതാണ്. മഴ കൂടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കട്ടെ. എന്തായാലും ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ പൊടിഞ്ഞു നല്ലൊരു കാലാവസ്ഥയിൽ തന്നെ നിൽക്കട്ടെ. പിന്നെ ഇന്നത്തെ ഗോൾഡ് റേറ്റും അതേപോലെ തന്നെ ഒരു വാർത്തയാണ്. ഗോൾഡ് റേറ്റിന് വ്യത്യാസങ്ങളൊന്നുമില്ല. 4545 തന്നെയാണ്. പവന് വരുന്ന 36,360. അപ്പൊ റേറ്റ് കൂടുകയോ കുറയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അല്ലേ. അപ്പൊ റേറ്റിന് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണ് അല്ലേ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് വായിക്കുന്നുണ്ട്, മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലെ. അതിനകത്ത് ഞാൻ സേഫ് ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു, ഗോൾഡ് റേറ്റിന്റെ കൂടെ ഒന്ന് പറയണം, പുള്ളിക്ക് കോവിഡ് പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ പുറത്തൊന്നും ഇറങ്ങിയില്ല, അയൽവക്കത്തെ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞാന്ന് പറഞ്ഞു. എടുത്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ മാസ്ക് വെക്കാതെ പറഞ്ഞു. അപ്പൊ അതും കൂടെ ഒന്ന് പറയാം, അയൽവക്കത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മാസ്ക് വെക്കണം എന്നൊന്ന് പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പുള്ളിയുടെ പേര് AK എന്നാണ് അതിനകത്ത് കൊടുത്തേക്കണത്. ആരാന്ന് പേര് ഞാൻ ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല, റിപ്ലൈ തന്നില്ല. പോസിറ്റീവ് ആണ് കേട്ടാ. ഞാൻ കാരണം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല കേട്ടാന്ന് പറഞ്ഞ് എന്നോട് ബൈ പറഞ്ഞു പോയി. അപ്പൊ പുള്ളിക്ക് വേണ്ടി ഞാൻ പറയുവാണ്, മാക്സിമം നമ്മൾ വീടിനകത്തോ നമ്മുടെ പുറത്ത് നമ്മുടെ ഫ്രണ്ട് വീട്ടിനകത്ത് വന്നവരോട് പോലും നമ്മൾ മാസ്ക് വെച്ചിട്ട് സംസാരിക്കണം എന്ന് പറയണം, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ. അപ്പൊ പുള്ളി പറഞ്ഞ സജഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ അഡ്വാൻസ് ബുക്കിങ്ങിനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ തീർച്ചയായിട്ടും കല്യാണ പാർട്ടികൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും അഡ്വാൻസ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി അതുമല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും റേറ്റ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നല്ലേ, കോവിഡും കൂടി വരുന്നുണ്ടെങ്കിൽ യുദ്ധമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് റേറ്റ് കൂടും എന്തായാലും. അപ്പൊ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നക്ഷത്രയിൽ ഇപ്പൊ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആർക്കെങ്കിലും അഡ്വാൻസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതുകൂടാതെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാല്, കുറെ പേർക്ക് ഞാൻ ചെയിനുകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ ഉണ്ടല്ലോ, എല്ലാവരും ചോദിക്കും ഇത് എത്ര പിടിയിലാണ് സ്റ്റാർട്ടിങ്, എത്ര പവനിൽ, അങ്ങനെ ചോദിക്കും എത്ര പവനിലാണ് സ്റ്റാർട്ടിങ്. അപ്പൊ നമുക്ക് ഓരോരോ വീഡിയോയിലും നമ്മളിപ്പോ ചെയിൻ്റെ കളക്ഷൻസ് കാണിക്കുമ്പോൾ എല്ലാം ബൾക്കായിട്ടല്ല ഞാൻ കാണിക്കുള്ളൂ. ഇപ്പൊ 4 പവന്റെ ആണെങ്കിലും 1/2 പവന്റെ ആണെങ്കിലും ബൾക്കായിട്ടേ കാണിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിപ്പോ ഗോൾഡ് റേറ്റിന്റെ കൂടെ ഓരോ ദിവസവും ഇതേപോലെ ഒരു ചെയിൻ സ്പെസിഫൈ ചെയ്ത് ഒരു ചെയിൻ എടുത്തിട്ട് ആ ചെയിൻ്റെ നമ്മൾ പറയണ പോലെ തുടക്കം, അതായത് വെയിറ്റ് എത്രയിലാണ് സ്റ്റാർട്ടിങ്, എത്ര പിടിയിലാണ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താം നിങ്ങളെ. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം, നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷനും വേണ്ടി മാത്രം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സവിതവുമായിട്ടാണ്. അപ്പൊ ഞാൻ സവിതത്തിനെ കുറിച്ച് കാണിച്ചു തരാം. എത്ര പിടിയിലാണ് സ്റ്റാർട്ടിങ്, ഇപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റും അതിന്റെ ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് എടുത്ത് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താട്ടോ നിങ്ങള്. അപ്പൊ നമുക്ക് നേരെ ഒന്ന് പോയാലോ, സവിതത്തിലേക്ക് പോകാം. അപ്പോ ഇതാണ് നമ്മുടെ സവിതം മാല. ആദ്യം നമുക്ക് ആ മാലയുടെ ഡിസൈനിലേക്ക് പോകാം. നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ ചതുര കട്ടകളായിട്ടാണ് കേട്ടോ വരുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടകൾ, ഇങ്ങനെ ക്ലിപ്പിംഗ് മോഡലാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം. ഇത് കണ്ടോ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? നമുക്ക് ഓരോ വീഡിയോയിലും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഓരോ ചെയിനും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഓരോ ഡിസൈനും ഓരോ ദിവസവും കാണിക്കാന്ന് വിചാരിച്ചത്. കണ്ടല്ലോ, ഓരിങ്ങനെ കട്ടകൾ പോലെ വന്നേക്കുന്നതാണ്. ഇതിന്റെ നീളം ഇതിപ്പോ ഏകദേശം ഒരു 9 പിടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിപ്പോ നമുക്ക് അതിന്റെ വെയിറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് 8 പിടിയിൽ വരുന്നതെന്ന് വെച്ചാല്, 8 പിടിയിൽ സ്റ്റാർട്ട് ചെയ്യണത് 1 പവനിലാണ്. 1 പവനില് നമുക്ക് 8 പിടിയിൽ വേറെ എവിടെയും കിട്ടില്ല. നമ്മുടെ നക്ഷത്രയിലുണ്ട് 1 പവൻ തൊട്ട് 8 പിടിയിൽ അവൈലബിൾ. ഇനിയിപ്പോ 9 പിടി വേണമെന്നുണ്ടെങ്കിൽ 1.25 പവൻ. ഇനിയിപ്പോ 1.5 പവനിൽ നമുക്ക് വേണമെങ്കിൽ 10 പിടി ചെയ്യാം. ഇത് ഏകദേശം ഒരു 9 പിടിയുടെയാണ്. നമുക്ക് തല വഴി ഇടാം. നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. തല വഴി നമുക്ക് ഇടാവുന്നതാണ്. നല്ല ഇറക്കത്തിന് ഇട്ടും. എന്റെ മഫ്ത ഇവിടെ ചുറ്റി വെച്ചേക്കണുണ്ട് കേട്ടോ. നല്ല ഇറക്കത്തിന് തന്നെ അത്യാവശ്യം നമുക്ക് ഈ കല്യാണത്തിനൊക്കെ കുറെ പേര് കൊണ്ടുപോകും. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇത് 9 പിടി 8 പിടിയിലും അവൈലബിൾ ആണ്. ഇനി അതിന്റെ തന്നെ ചെറുത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, സെയിം പാറ്റേൺ തന്നെ, സവിതം തന്നെ ചെറുത്. ഇതിന്റെ പിടി 5 പിടിയിലാണ് ഞാൻ വെച്ചേക്കണത്. ഇത് നമുക്ക് 1/2 പവൻ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 4 പിടിയിലായിരിക്കും കേട്ടോ. 1/2 പവൻ വെച്ചാൽ കുട്ടികൾക്കായിരിക്കും എപ്പോഴും കൊണ്ടുപോകണം ഇത് കൂടുതൽ. അപ്പൊ 1/2 പവനില് നമുക്ക് 4 പിടിയിൽ അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 4 പിടിയിൽ തന്നെ എടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. ഇനി 5 പിടിയിലാണെങ്കിൽ
മുക്കാപ്പവനിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 5 പിടിയിലാണെങ്കിൽ മുക്കാപ്പവനിലും കിട്ടും, 4 പിടിയിലാണെങ്കിൽ 4 ഗ്രാമിലും കിട്ടും. ഇനിയിപ്പോ നിങ്ങൾക്ക് 6 പിടി, അതായത് നമ്മളെ പോലെ വലിയവർക്കാണെങ്കിൽ 6 പിടി തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് നെക്കിന്റെ അവിടം വരെ വന്ന് കിടക്കണം അല്ലെ. അപ്പൊ നമുക്ക് മുക്കാപ്പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാകും. നല്ല ഭംഗിയുള്ള ചെയിനാട്ടോ, നല്ല കട്ടി പണിയിൽ വന്നേക്കുന്ന നല്ല ഭംഗി. വെയിറ്റ് കൂട്ടും തോറും അതിന്റെ ഭംഗി നല്ല ഭംഗിയിൽ തന്നെ നല്ല കട്ടിക്ക് തന്നെ കിടക്കും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് താലിമാലയൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് ഇതെല്ലാം തന്നെ. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെയിനാണ്. അപ്പൊ കണ്ടല്ലോ, സവിധം ചെയിനെ കുറിച്ച് ഏകദേശം ഐഡിയ എന്നല്ല, ഒരുവിധം മൊത്തത്തിലുള്ള ഐഡിയ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കൂടെ ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടോട്ടാ, ഞാൻ അതിന് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സവിധം ചെയിൻ. അതിന്റെ എല്ലാം നമ്മുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റും ഡിസൈനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ ഓരോരോ ദിവസങ്ങൾ ഇതുപോലെ വരുമ്പോഴത്തേക്കും ഞാൻ പഠിപ്പിച്ചു തരാം. അല്ല, പഠിപ്പിച്ചൊന്നല്ല, ഒരു പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ എന്റെ ചാനലിന്റെ കാര്യം മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊന്ന് ജസ്റ്റ് കയറിയിട്ട് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് വേറെ ഗോൾഡ് ആയിട്ടുള്ളതല്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പുറത്തൊന്നും പോകാത്തതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഇടാത്തത്. ബാക്കി അല്ലാത്ത പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഗോൾഡ് റേറ്റ് മനസ്സിലായി. ഒപ്പം നമ്മുടെ സവിധം ചെയിനെ കുറിച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടല്ലേ. അപ്പൊ ഇനി നാളെ ഞാൻ അടുത്ത അടിപൊളി വീഡിയോ ഇന്ന് ഇടുന്നുണ്ട് കേട്ടോ, ഗോൾഡ് റേറ്റും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ചെയിനെ കുറിച്ചും പരിചയപ്പെടുത്താം. പിന്നെ ഇന്നും നല്ല ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, വിവാഹ സെറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.